വിനീത വിനീത എക്കണോമിക്സ് വിദ്യാർത്ഥിനിയാണ്. അതെ, രണ്ടാം വർഷം. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയ കലാലയ മുത്തശ്ശിയിൽ നിന്നാണ് അശ്വമേധത്തിലേക്ക് വിനീത എത്തി നിൽക്കുന്നത്. ആദ്യം നമുക്ക് യാഗഭൂമി താണ്ടാം. 125 വർഷങ്ങളുടെ ഗരിമയിൽ ശിരസുയർത്തി നിൽക്കുന്ന വിക്ടോറിയ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് യാഗം. വിനീത, വിഷ് ഓൾ ദ ബെസ്റ്റ്. യാഗം എന്ന ഈ കടമ്പ താണ്ടി വേണം വിനീത യജ്ഞത്തിലേക്ക് എത്താൻ. എന്താണ് വിഷയം? ആദ്യമായി നോക്കട്ടെ. ആദ്യമായി, ഫസ്റ്റ് എവർ, അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ആദ്യമായി വിമാനം പറപ്പിച്ച വനിതയാണ് അമീലിയ ഇയർഹാർട്ട്. ശരിയോ തെറ്റോ? ശരിയാണ് സർ. ശരിയാണ്. അമീലിയ ഇയർഹാർട്ട് എവിടെയാണ്? നിമ്മിയുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ കഴിയില്ല അമീലിയ ഇയർഹാർട്ട് എവിടെയാണെന്ന്. കാരണം പിന്നീട് ഒരു പറക്കലിൽ അവരെങ്ങോ അപ്രത്യക്ഷമായി. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് വിനീത. വിനീത, മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം ചോദ്യത്തിലേക്ക്, രണ്ടാം കടമ്പയിലേക്ക്, ആ വിജ്ഞാനഗോളത്തിലേക്ക്. ലോകചരിത്രം. നോക്കട്ടെ. ലോകചരിത്രം ശരി. ഗാവ്രിയാലോ പ്രിൻസെഫ് ആരാ? എന്തുമായി ബന്ധപ്പെട്ടയാളാണ്? ചോദ്യത്തിന് ഞാൻ തരുന്ന ഉത്തരങ്ങൾ 2. എൻ്റെ ആദ്യത്തെ ഉത്തരം കൊറിയൻ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടയാളാണ്. എൻ്റെ രണ്ടാമത്തെ ഉത്തരം ലോകമഹായുദ്ധത്തിന് കാരണക്കാരനായ ആളാണ്. സർ, 1ാം ലോകമഹായുദ്ധത്തിന് കാരണക്കാരനായ വ്യക്തിയാണ് പ്രിൻസെപ്പ് ഫെർഡിനാൻഡ്. ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ച വ്യക്തിയാണ് പ്രിൻസെപ്പ്. ഓസ്ട്രിയയുടെ ആർച്ച്ഡ്യൂക്ക് ആയിരുന്ന ആർച്ച്ഡ്യൂക്ക് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വധിച്ച സെർബിയൻ യുവാവാണ് ഗാവ്രിയാലോ പ്രിൻസെഫ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻ വിനീത. 2500 രൂപ മിർ റിയൽറ്റേഴ്സിന്റെ സമ്മാനം വിനീത സ്വന്തമാക്കി. ഇനി മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയ്ക്ക് വേണ്ടിയുള്ള 3ാം കടമ്പ. ആർട്ട് ഫോംസ്, കലാരൂപം. കാഞ്ഞൻ പൂശാരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തനായത്? 3 ഉത്തരങ്ങൾ. എൻ്റെ ഒന്നാമത്തെ ഉത്തരം ചെമ്മാനക്കളി, രണ്ടാമത്തെ ഉത്തരം മംഗലം കളി, മൂന്നാമത്തെ ഉത്തരം പടയൻ. ഈ പറഞ്ഞ 3 ആർട്ട് ഫോംസുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ലേ പറ്റൂ നമുക്കല്ലേ? ചിമ്മാനക്കളി. ചിമ്മാനക്കളി. വിനീത പറഞ്ഞ ഉത്തരം ശരി. ചിമ്മാനക്കളിയുടെ പ്രയോക്താവാണ് അത്യുത്തര കേരളത്തിലെ കാഞ്ഞൻ പൂശാരി. കാരിച്ചി മംഗലം കളിയുടെ പ്രയോക്താവാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപ സ്വന്തമാക്കി. ഇനി മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപയ്ക്ക് വേണ്ടി ഒരു ദൃശ്യ പ്രശ്നം കാണാം. ചോദ്യം ഇതേത് കോളേജാണ് എന്നാണ് എന്റെ ചോദ്യം. വാട്ട് ഈസ് ദ ഫസ്റ്റ് കോളേജ് ഇൻ കേരള? CMS കോളേജ്, കോട്ടയം. ആണോ? എനിക്കറിയില്ല. ടൈം സ്റ്റാർട്ട്സ് നൗ. കുറച്ച് നിമിഷങ്ങൾ മാത്രം, പെട്ടെന്ന് ഉത്തരം പറയണം. സർ, കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആണെങ്കിൽ CMS കോളേജ്, കോട്ടയം. Your answer is perfectly correct. Oh, thank you. വിനീത മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നു, മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. തീരുമാനം വിനീതയുടേതാണ്. കാത്തിരിക്കേണ്ടത് നമ്മളും. പാലക്കാട് നിന്നെത്തിയ വിനീത യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ? ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്.
thumbs up is the sign. Vineetha, walk it. ധീരമായി തീരുമാനമെടുത്തു വിനീത. മത്സരത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് വിനീതയ്ക്ക് അറിയാം. ഓൾ ദി ബെസ്റ്റ്. ഒരു വിഷയം തിരഞ്ഞെടുക്കും. വിനീത എടുക്കുന്ന വിഷയം വിനീതയ്ക്ക് ദുഷ്കരമായി തോന്നുകയാണെങ്കിൽ അത് തിരികെ നിക്ഷേപിച്ച് മറ്റൊരു വിഷയം എടുക്കാൻ വിനീതയ്ക്ക് അവസരമുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് 2 ബോണസ് ചോദ്യങ്ങൾ കൂടുതൽ കിട്ടും. 18 എന്നുള്ളത് 20 ആകും. ഓൾ ദി ബെസ്റ്റ്. ഒരു വിഷയം തിരഞ്ഞെടുക്കും. മുഖം വാടി ദുഷ്കരമാണോ വിഷയം? ആണ്. പ്രയാസമാണോ? ആണ്. അപ്പോൾ എനിക്ക് ബോണസ് നൽകിക്കൊണ്ട് അടുത്ത വിഷയം തിരഞ്ഞെടുക്കാനാണോ താല്പര്യം? അതെ. അപ്പോൾ എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് 20 ആകും. ശരി. വിനീതയും ജൂറിയും തമ്മിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ച. നമുക്ക് കടക്കാം യജ്ഞം. ശ്രീമതി ഭാഗ്യലക്ഷ്മി വിനീത വിചാരിച്ച പേര് അംഗീകരിക്കുന്നു? അംഗീകരിക്കും. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്. പ്ലീസ്. ഇനി വിനീതയ്ക്ക് ഇരിക്കാം ഹോട്ട് സീറ്റ്. ശരി വിനീത, ഓൾ ദ ബെസ്റ്റ്. വിനീത വിചാരിച്ച വ്യക്തി പുരുഷനാണോ? പുരുഷനല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? യെസ്. 1950 ശേഷം മരണം? അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്ക് 8 ചോദ്യങ്ങൾ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിനീത തന്ന ഒരു 2 ബോണസ് ചോദ്യങ്ങളുടെ ആനുകൂല്യം കൂടി. 1900 ശേഷമാണോ മരണം? ഓഫ് കോഴ്സ്. അതെ. തമിഴ്നാട്ടിലാണോ അല്ല. ജനിച്ചത്? അല്ല. ചെറുകഥയോ നോവലോ ആണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന സംഭാവന? അല്ല. അല്ല. കവിത? അല്ല. വിവർത്തനം, ലെക്സിക്കോഗ്രാഫി, ഹാസ്യ സാഹിത്യം, നാടകം ഇതിലൊന്നാണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? പ്രധാന മേഖലയല്ല. ഇതൊന്നുമല്ല. ചരിത്ര രചന, ശാസ്ത്ര രചന, വൈജ്ഞാനിക സാഹിത്യം ഇതിലൊന്നാണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? ഹെൽപ്പ് ലൈൻ. ലൈഫ് ലൈൻ. പ്രധാന മേഖല പറഞ്ഞതല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് നമ്പർ 16. കർണാടകമാണ് അവരുടെ സംസ്ഥാനം. അതെ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല. 1925 ശേഷം മരണം? അല്ല. ആത്മകഥയോ ജീവചരിത്രമോ ആണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? അല്ല സർ. അല്ല. ഇനി ഒരേ ഒരു ചോദ്യം. സഞ്ചാര സാഹിത്യവുമായി ബന്ധമുണ്ട്. ഞാനൊരു വൈഡ് ഗസ്സിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ സങ്കടമാകും. സർ, ഇതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞ സങ്കടാവും. വിനീത വിചാരിച്ച വ്യക്തിയുടെ പേര് എനിക്കറിയില്ല. കൺഗ്രാറ്റുലേഷൻസ്. സർ, ഞാൻ വിചാരിച്ചത് സാഹിത്യത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ്, അവരെ കുറിച്ച് കൂടുതൽ പറയും. അച്ഛൻ സംസ്കൃതത്തിലൊക്കെ വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് ക്ഷാമം ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. അച്ഛൻ കുടുംബാംഗങ്ങളെല്ലാം ക്ഷാമത്തിൽ മരിക്കുക. പിന്നെ സഹോദരനുമായിട്ട് കൽക്കത്തയിലേക്ക് പോവുകയും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. US പോയി. US നടത്തിയ യാത്രയെക്കുറിച്ച് ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. പണ്ഡിത രമാഭായ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെമിനിസ്റ്റുകളിൽ ഒരാളാണെന്നൊക്കെ പറയാൻ പറ്റും. ആദ്യത്തെ വനിതാ വിമോചകയാണെന്ന് പറയാം. അതെ. പണ്ഡിത രമാഭായ് 1858 ഏപ്രിൽ 23 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ജനിച്ച സംസ്കൃത പണ്ഡിത. 12-ാം വയസ്സിൽ തന്നെ 18,000-ഓളം പുരാണ ശ്ലോകങ്ങൾ പഠിച്ചു. 1878 കൽക്കത്ത യൂണിവേഴ്സിറ്റി പണ്ഡിത പദവി നൽകി ആദരിച്ചു. വിനീത 2ാം റൗണ്ടിൽ വിചാരിക്കേണ്ടത് വ്യക്തിയല്ല, ഒരു സംഭവമാണ്.
സംഭവ ബഹുലമായ ലോകത്തിൽ സഞ്ചാരബഹുലമായ ജീവിതം നടത്തിയ പണ്ഡിത രമാബായിയെ മനസ്സിലോർമ്മിച്ച വിനീത ഇനി വിചാരിക്കാൻ പോകുന്നത് എന്തായാലും അതൊരു സംഭവം തന്നെയായിരിക്കും. വിനീത വിചാരിച്ച സംഭവം അംഗീകരിച്ചു. അംഗീകരിച്ചു. നിമ്മി 7 ലൈഫ് ലൈനുകൾ വരെ കൊടുക്കാൻ സന്നദ്ധയാണ്. പ്ലീസ്. സോ വിനീതയുടെ യാത്ര വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത്. തുടങ്ങാം നമുക്ക്. വിനീത വിചാരിച്ച ആ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന ഒരു ഇൻസിഡന്റ്. Of course. Yes. Is it a good incident? No. 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 ഏഷ്യയിലാണോ ആ സംഭവം നടന്നത്? അല്ല. അല്ല. യൂറോപ്പിലല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ? അതെ. USA-യിൽ? Of course. 1950 ശേഷമാണോ ആ സംഭവം നടന്നത്? അതെ. അതെ. 1980 ശേഷം? അതെ. ആ സംഭവം 2000 ശേഷമാണോ? അല്ല. 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 അതൊരു കൊലപാതകമോ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സംഭവമോ ആണ്? അതെ. ഒന്നിൽ കൂടുതൽ പേർ ആ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടു. ആ സംഭവത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ബോധപൂർവമായി കാരണക്കാരാണ്? അതെ. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭൂരിഭാഗം പേരും പ്രായം തീരെ കുറഞ്ഞവരായിരുന്നു. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ അല്ല. അല്ല. വിദ്യാർത്ഥികളൊന്നും അല്ല. അല്ല. വിശ്വാസവുമായോ മതപരമായ പ്രസ്ഥാനങ്ങളുമായോ ഈ സംഭവത്തിന് ബന്ധമുണ്ട്? ഉണ്ട്. ഷിൻ റിക്കിയോ എന്ന വാക്ക് ഈ സംഭവവുമായി ബന്ധപ്പെടുത്തുന്നു. ലൈഫ് ലൈൻ വേണം. വേണോ? ഇല്ല. ഇല്ല. ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാം ഒരൊറ്റ കെട്ടിടത്തിനുള്ളിൽ വെച്ചാണോ അവർക്ക് ജീവിതം നഷ്ടമായത്? അല്ല. ഈ സംഭവത്തിന് പിന്നിൽ തീവ്രവാദമോ ഭീകരവാദമോ? ഇല്ല. 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 എത്ര ചോദ്യങ്ങളായി? 15 അല്ലേ? ഇനി 4 ചോദ്യങ്ങൾ മാത്രം. 4. രണ്ടാം റൗണ്ടിൽ 19 ചോദ്യങ്ങൾ. ഈ സംഭവം പ്രാകൃതമായ ഒരു അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അഗ്നിക്കിരയായി മരിച്ചതുമായി ബന്ധപ്പെടുത്താമോ ഈ സംഭവത്തിനെ? Of course. Exactly. മുഖം എന്താ വല്ലാതായത്? ഇല്ല സർ, ഞാൻ ആ ദുരന്തത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ സങ്കടപ്പെട്ടതാണ്. ശരി വിനീത, വിനീതയുടെ പ്രതിഭ ഈ മത്സരത്തിൽ തുടർന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. വിനീത വിജയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞോളൂ വിനീത വിചാരിച്ച ആ സംഭവം എന്താണ്? ഞാൻ ഉദ്ദേശിച്ച സംഭവം 1993 ഏപ്രിൽ 19 USA-യിൽ നടന്ന വാക്കോ ദുരന്തം എന്ന ചരിത്രം അടയാളപ്പെടുത്തിയ കൂട്ടക്കൊലയാണ്. ഏപ്രിൽ 19 അമേരിക്കൻ വാക്കോ ദുരന്തം 60-ൽ പരം ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ ഈ സംഭവം വാക്കോയിലെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ചിലാണ് നടന്നത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ എന്ന അന്ധവിശ്വാസികൾക്ക് നേരെ FBI നടത്തിയ ആക്രമണം തീപിടുത്തത്തിനിടയാക്കുകയും ധാരാളം ആളുകളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി ഇനി ഇടവേളയ്ക്ക് ശേഷം വിനീത യാത്ര ചെയ്യാൻ പോകുന്നത് യജ്ഞത്തിന്റെ 3ാം കടമ്പയായ 1,00,000 രൂപയിലേക്കാണ്. ഒരു സ്ഥലമാകും വിനീത മനസ്സിലോർക്കാൻ നിർബന്ധിതയാകുന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിന്തയുടെ ഈ പോരാട്ടവേദിയിൽ വിനീതയുടെ വിജയാശ്വം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കട്ടെ. യജ്ഞത്തിലെ 2 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു വിനീത. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1,00,000 രൂപയ്ക്ക് വേണ്ടിയുള്ള 3ാം റൗണ്ടിൽ വിനീത മനസ്സിലോർക്കുന്നത് ഒരു സ്ഥലമാണ് അല്ലേ?
വിനീത ഓർത്ത ആ സ്ഥലം അംഗീകരിക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. അപ്രൂവ്ഡ് പ്രദീപ്. നിമ്മി, 8 തവണ വരെ വിനീതയെ സഹായിക്കാൻ നിമ്മിയുടെ കമ്പ്യൂട്ടർ തയ്യാറാണ്. തയ്യാറാണ്. പ്ലീസ്. വിനീത വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. 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 യൂറോപ്പിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ഒരു സ്ഥലമാണ്. ഓഫ് കോഴ്സ്. ആണ്. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ ആ സ്ഥലം? അതെ. ആണ്. ഒരു നഗരം? അതെ. ഒരു ക്യാപിറ്റൽ സിറ്റി? അല്ല. അല്ല. USA-യിലാണോ ആ നഗരം? അതെ. അതെ. Is it a state in USA? അല്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സംസ്ഥാനത്തിന്റെ പേരാണോ അത്? അല്ല. അല്ല. ഈ നഗരത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ സ്ഥലം മനസ്സിൽ ഓർക്കാൻ ഒരു കാരണമുണ്ടാകുമല്ലോ, ഒരു വിഷയമുണ്ടാകും. ആ വിഷയം രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതെ. പൊളിറ്റിക്കലി റിലേറ്റഡ്? ഓഫ് കോഴ്സ് ആണ്. പ്രശസ്തനായ ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്? അതെ. അതെ. ഏതെങ്കിലും പ്രശസ്ത വ്യക്തി ജനിച്ച സ്ഥലമാണോ അത്? അല്ല. അല്ല. ഏതെങ്കിലും പ്രശസ്ത വ്യക്തി അധികാര പദവി, ഗവർണർഷിപ്പോ മേയർഷിപ്പോ അലങ്കരിച്ച ഒരു സ്ഥലമാണോ അത്? അല്ല. അല്ല. ടെക്സാസോ ഇല്ലിനോയിസോ ഒന്നും അല്ല അപ്പോ മനസ്സിൽ. Good. ഒരു പ്രശസ്ത വ്യക്തിയുമായി കണക്റ്റഡ് ആണ് ആ സ്ഥലം എന്ന് പറഞ്ഞല്ലോ. അതെ. ആ വ്യക്തി ഭാരതീയനാണ്? അല്ല. അല്ല. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു? ഇല്ല. ജീവിച്ചിരിക്കുന്നില്ല. ഇല്ല. 15 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ആ വ്യക്തി കൊല ചെയ്യപ്പെട്ടതാണോ? അല്ല. 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 USA-യിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ 20 നഗരങ്ങളിൽ ഒന്ന് ആണ് ഈ നഗരമെന്ന് പറയാമോ? അല്ല. അലാസ്കയിലോ അലബാമയിലോ അരിസോണയിലോ ഈ 3 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലുമാണോ ഈ നഗരം? അല്ല. അല്ല. നിക്സണുമായി ബന്ധപ്പെട്ടതാണോ ഈ സ്ഥലം? അല്ല. അല്ല. ഇനി ഒരേ ഒരു ചോദ്യം. മാഡിസണുമായോ റൂസ്വെൽറ്റുമായോ ഈ സ്ഥലത്തിന് ബന്ധമുണ്ട്? അല്ല. പറയൂ. കൺഗ്രാറ്റുലേഷൻസ്. വെൽ ഡൺ വിനീത, വെൽ ഡൺ. ഗിവ് എ ബിഗ് ഹാൻഡ്. ഞാൻ വിചാരിച്ച സ്ഥലം അമേരിക്കയിലെ ഫുൾട്ടൺ ആണ്. ഫുൾട്ടൺ ആണ് വിചാരിച്ചത്. വിൻസ്റ്റൺ ചർച്ചിൽ ശീതയുദ്ധത്തിന് കാരണമായ പ്രസംഗം അമേരിക്ക 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 എല്ലാം അമേരിക്കക്കാരെ കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചു അല്ലേ? അതെ. അമേരിക്കയിൽ പോയ പ്രഗത്ഭനായ വ്യക്തിയെ കുറിച്ച് ചിക്കാഗോ ആലോചിച്ചപ്പോ ഞാൻ അത് ഇടയ്ക്കൊരു സെക്കൻഡ് ഷിക്കാഗോയിൽ എന്റെ മനസ്സ് പോയി. അതുകൊണ്ടാണ് ഞാൻ ഭാരതീയനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത്. ചിക്കാഗോ സ്പീച്ചിനെ കുറിച്ച് ഓർമ്മിച്ചു. ഫുൾട്ടൺ അമേരിക്കയിലെ മിസോറിയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. 1946 അവിടെ വെച്ച് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രഭാഷണം ഈ നഗരത്തെ പ്രശസ്തമാക്കി. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കിയത് ഈ പ്രഭാഷണമാണ്. ഇതോടെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന മാനസികമായ അകൽച്ചയ്ക്ക് വിരാമമായി. ഫുൾട്ടൺ സ്പീച്ചിനെ കുറിച്ച് ചിന്തിച്ചതാണ്, അതെ. പ്രസംഗത്തെ കുറിച്ച് മനസ്സിലോർത്തതാണ്. എന്നിട്ട് ഞാൻ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് ഓർത്തില്ല. ആൻഡ് യു ഹാവ് ഡൺ ഇറ്റ് fully well. Congratulations once again. You have won rupees 1 lakh. Now, മിർ റിയൽറ്റേഴ്സിന്റെ 1 ലക്ഷം രൂപയുടെ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ മുന്നിൽ പല ഓപ്ഷനുകളുണ്ട്. മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എങ്കിൽ യു ക്യാൻ ടേക്ക് 25,000 rupees. 25,000 രൂപ സ്വന്തമാണ്. മുന്നോട്ട് പോവുകയാണ് എങ്കിൽ
2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയുള്ള അവസാന സോണുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. രാജസൂയത്തിൽ ഏർപ്പെടുക. രാജസൂയത്തിൽ മുന്നോട്ട് പോയാൽ വിജയിക്കുമ്പോൾ കിട്ടുന്ന പ്രൈസ് മണി 2 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തിലേക്കും 10 ലക്ഷത്തിലേക്കും എല്ലാം കുതിച്ചു പോയി. പക്ഷെ പരാജയപ്പെടുമ്പോൾ 10,000, 5,000, പിന്നൊടുവിൽ 0 എന്നിങ്ങനെ. Sir, I wish to quit, sir. You wish to quit. Good. ഒരു ഉറപ്പിച്ച തീരുമാനമാണോ? അതെ സർ. പക്ഷേ ഞാൻ രാജസൂയത്തിൽ വിനീത എത്തുമായിരുന്നെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് തരുമായിരുന്ന 3 സൂചനകൾ ഇനി കേൾക്കാം. എന്തായാലും ക്വിറ്റ് ചെയ്തു. എത്തുമായിരുന്നെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ഞാൻ വിനീതയോട് ചോദിക്കുമായിരുന്ന സൂചനകൾ, എൻ്റെ മകളുടെ പേര് ഒരു ഫുട്ബോൾ ക്ലബ്ബുമായി സാമ്യമുള്ള ഒന്നാണ്, ഞാനൊരു വനിതയാണ് എന്നാകുമായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലൂ. എൻ്റെ ഭർത്താവിനെതിരെ വാദിച്ച അഭിഭാഷകന്റെ പേര് കെന്നത്ത് സ്റ്റാർ ആണ് എന്നെൻ്റെ രണ്ടാമത്തെ ക്ലൂ. ഉത്തരം പറയാൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ ആരെക്കുറിച്ചാകുമായിരുന്നു ആ സൂചന? ഹിലരി ക്ലിന്റൺ. ഹിലാരി ക്ലിന്റൺ. പിന്നെന്തിനാ ക്വിറ്റ് ചെയ്തത്? പോട്ടെ. നിമ്മി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 rupeesന്റെ ക്യാഷ് അവാർഡ് വിനീത സ്വന്തമാക്കി. ആൻഡ് വിനീത, ഞങ്ങളുടെ സ്നേഹോപഹാരം. Thank you. ഈ അശ്വം ഇവിടെ ഇരിക്കട്ടെ. വിനീതയ്ക്ക് 2 അശ്വങ്ങളുണ്ട്, വീട്ടിലേക്ക് കൊണ്ടു. വിക്ടോറിയ കോളേജിലെ കലാലയത്തിലെ എല്ലാ കൂട്ടുകാരെയും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. ഒപ്പം വിനീത നന്നായി കവിത എഴുതുന്ന മിടുക്കിയായ ഒരു മത്സരാർത്ഥിയാണ്. വളരെ ചടുലമായി ചിന്തിച്ചു, അല്ലേ? പണ്ഡിത രമാബായിയിൽ നിന്നും ഫുൾട്ടൺ വരെയുള്ള യാത്ര, അതിനിടയിൽ വേദന നിറഞ്ഞ ബ്ലാക്ക് ഡേവിഡിന്റെ സംഭവം, പൊള്ളലേറ്റു മരിച്ച നിരപരാധികളായ മനുഷ്യരുടെ ദാരുണമായ ചിത്രം. യു ആർ ഹാപ്പി? I'm happy. I'm satisfied, sir. Yes, satisfied. Great participation. അല്ലേ? Well done. വിനീത എഴുതിയ ഒരു കവിതയിലെ 2 വരികൾ, അല്ലെങ്കിൽ വിനീതയ്ക്ക് ഇഷ്ടപ്പെട്ട കവി സച്ചിദാനന്ദൻ, അല്ലേ? അതെ. വേനൽമഴ വായിച്ചിട്ടുണ്ടോ? വേനൽമഴ വായിച്ചില്ലേ? വായിച്ചിട്ടില്ല. വായിക്കണം. വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണ്. മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞുമാലാഖമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെക്കുറിച്ചോർത്ത് കിം ചിഹായ്, നിന്റെ തടവറക്കരികിൽ നീ എന്തു ചെയ്യുന്നു എന്ന് സച്ചിദാനന്ദൻ. വിനീതയുടെ ഊർജ്ജസ്വലമായ മത്സരത്തിനും ഉജ്ജ്വലമായ വിജയത്തിനും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാൻ കുതിക്കട്ടെ ഈ ആകാശം.